അപ്പോൾ ഹൈബ്രിഡ് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സാറ് വരുമ്പോൾ സാറിന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം, സാറേ അത് അങ്ങനല്ലേ. അതെ, അത്യാവശ്യം ഒരു 10 പാഠം കഴിയുമ്പോൾ ജി ബി വരും. നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഒരു മാസത്തിൽ 10 പാഠം കഴിഞ്ഞു, അടുത്ത മാസത്തിലേക്ക് 10 പാഠം വരുമ്പോൾ നമ്മൾ ഇതിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ മറ്റേത് മറന്നു പോകും. അപ്പോൾ ഒരു ജി ബിന് കൊടുത്തിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും മറ്റേ പഠിക്കാതെ മാർക്ക് കിട്ടൂലല്ലോ. നമ്മളിപ്പോൾ 3 സബ്ജക്റ്റാണ് നീറ്റിന്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതായിരുന്നു? സിമ്പിള് എല്ലാ 3 എനിക്ക് ടഫായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നത് ബയോളജിനോടായിരുന്നു. ബയോളജി നല്ലൊരു ആൻസറാണ്. എനിക്ക് ഏറ്റവും ടഫായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബയോളജി. ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹാർഡ് വർക്കിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുട്ടി തന്നെയാണുള്ളത്. ആളുടെ പേര് മുഹമ്മദ് ഷിബിൻ. പെരിന്തൽമണ്ണയിൽ നിന്നാണ് ആൾ വന്നിട്ടുള്ളത്. നമുക്ക് നീറ്റിൻ്റെ വിശേഷങ്ങളും ഇനി എന്താണ് ആളുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കം ഷിബിൻ. സാർ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നീറ്റ് എക്സാമൊക്കെ ഒരു വർഷത്തെ ഒരുപാട് എഫേർട്ടും ഹാർഡ് വർക്കും ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ കഴിഞ്ഞ് വന്നാണ്. ഈ റിസൾട്ട് കഴിഞ്ഞിട്ട് ഷിബിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഷിബിന് 711 മാർക്കാണ് 720 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഷിബിൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റിൽ എന്താണ് തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും കാലം കഷ്ടപ്പെട്ട് 2 കൊല്ലം കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടായാൽ വളരെ ഹാപ്പിയാണ്. ഈ റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് റിസൾട്ട് അറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എന്തായിരുന്നു? റിസൾട്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല, കിട്ടുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി. 711 എന്നുള്ള മാർക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി അവരൊക്കെ. അതെ അതെ അതെ. അപ്പോൾ ഇനി ഞാൻ സൈലത്തിലേക്ക് തിരിച്ചു വേണം. സൈലത്തിനെ കുറിച്ച് പറയുമ്പോൾ സൈലത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ് എങ്ങനെയാണ് സൈലത്തിനെ കുറിച്ച് അറിയുന്നത്? ഞാൻ +1 മുതൽ സൈലത്തിന്റെ ക്ലാസ്സൊക്കെ യൂട്യൂബിൽ വന്നിരുന്നു, +1 +2 സമയത്ത്. അപ്പോൾ അവരുടെ ലൈവ് കണ്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയിരുന്നത്. വേറെ അങ്ങോട്ട് അല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ +2 ക്ലാസ് കണ്ട് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്നാൽ ഇവിടെ തന്നെ പോവാ, സൈലത്തിൽ തന്നെ പോവാന്ന് കരുതി. അങ്ങനെയാണ് റിപ്പീറ്റിന് ഇവിടെ വന്ന് ചേർന്നു. ഇത്തവണ റിപ്പീറ്റ് ആയിരുന്നു അല്ലേ? നമ്മുടെ മൈക്രോ ഹോസ്റ്റലിലായിരുന്നു. എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ? ഹോസ്റ്റൽ എക്സ്പീരിയൻസ് പറഞ്ഞാല് ഞങ്ങള് ഒരു ഫ്ലോറിലായിട്ട് 12 ആളുണ്ടായിരുന്നു. അപ്പൊ അതിൽ 11 ആൾക്കാർ റിപ്പീറ്റേഴ്സ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരേ ഹോസ്റ്റലിൽ ഇരുന്ന ആൾക്കാരനെ ഇപ്രാവശ്യം വന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഒരു ഒത്തൊരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ പോയി. ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഡൗട്ട് കഴിക്കാനാണെങ്കിലും ഒരാൾ ഡീമോട്ടിവേറ്റ് ആയി നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് മോട്ടിവേറ്റ് കൊടുക്കാനും, പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് പോകണം. ശരി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, പഠനത്തിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? പഠന രീതിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഹൈബ്രിഡ് സിസ്റ്റം. ഇപ്പോൾ ഒരു ദിവസം ഓൺലൈൻ പഠിച്ചിട്ട് അതിന്റെ ക്ലാസ്സും കണ്ട് ഒന്നും അറിയാതെ ആദ്യം ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്നും അറിയാതല്ലേ കാണുന്നത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ബേസ് മുതൽ ആദ്യം മുതലേ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യണം. ആദ്യം മുതൽ ഫസ്റ്റ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആദ്യം മുതൽ ബേസ് മുതലേ പറഞ്ഞു. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒന്നും അറിയാതെ +2 അങ്ങനെ വല്ലാത്തൊരു പഠിത്തമായിരുന്നു. കാണാൻ പഠിച്ചു പോയ ഇതാന്നുള്ളൂ. നീറ്റ് അങ്ങനെയല്ലല്ലോ. നീറ്റ് വന്നപ്പോഴാണ് ഇത്രയൊക്കെ പഠിക്കാണ്ട് മനസ്സിലായത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എഫക്റ്റീവ് ആയിട്ട്. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്, നമ്മളിപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി ആദ്യമായിട്ട് നേരിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു, ആദ്യമായിട്ട് സബ്ജക്റ്റ് കേൾക്കുന്നതും ഹൈബ്രിഡിലുള്ള ഒരു കുട്ടി തലേന്ന് ക്ലാസ് കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറെ തന്നെയല്ലേ? അതിപ്പോൾ ആസ് എ ടീച്ചർ ഞാൻ ക്ലാസ് കയറുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാന്നുള്ള രീതിയിലാണ് കുട്ടികൾ ഇരിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കി ക്ലാസ്സിൽ നിന്ന് കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എനിക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സാറ് വരുമ്പോൾ സാറിന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാം, സാറേ അത് അങ്ങനല്ലേ. സാറ് ഇഷ്ടം കുറച്ചുകൂടി നമുക്ക് പറഞ്ഞു തരും. മറ്റേതാകുമ്പോൾ നേരെ ഒന്ന് പറഞ്ഞുതരാ, പിന്നെ അവിടെ ഹോസ്റ്റലിൽ പോയി പഠിക്കുക എന്നല്ലാതെ. ഇതാകുമ്പോൾ ആദ്യം പഠിച്ചു പോകുമല്ലേ. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഹൈബ്രിഡിലാകുമ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ല അതേ ടോപ്പിക് ഓഫ്ലൈനിൽ വരുമ്പോൾ കിട്ടും അല്ലേ? സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസും കിട്ടും, ഒരുപാട് ടൈമും കിട്ടും. നമുക്ക് കുറെ ടൈം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പഠിച്ച കോൺസെപ്റ്റ് ഒന്നുകൂടി ക്ലാസ് നിന്ന് റിവൈസ് ചെയ്ത് പിന്നെ ആ കുട്ടി ഒരു തവണ കൂടി റിവൈസ് ചെയ്ത് ആ ടോപ്പിക്ക് പക്കയായി. നമ്മൾ DPP നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് സൈലത്തിന്റെ DPPs കുറിച്ച് എന്താണ് മോന്റെ അഭിപ്രായം? DPP ഞാൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾക്ക് DPP ഉണ്ടായിരുന്നല്ലോ. അപ്പൊ DPP ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് ചെയ്താൻ വേണ്ടി കുറെ ടൈം എടുത്തിരുന്നു. നമുക്ക് നോട്ട് ചെയ്തേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ DPP ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഒരു പാഠത്തിന് നോട്ട് ചെയ്തിട്ടില്ല. എല്ലാ പാഠവും DPP ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇതൊന്നല്ലാതെ അതിന്റെ മുകളിൽ ഇതൊന്നല്ലാതെ വേറെ ബുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എല്ലാ നീറ്റിന്റെ തലേന്നാണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും DPP മാത്രമേ വായിച്ചിട്ടുള്ളൂ.
കാരണം അതിലുണ്ട് എല്ലാതും. വേറെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. NCERT പോലും ശരിക്കും NCERT എന്തെങ്കിലും ഒരു പോയിന്റ് സാറ് പറഞ്ഞു തരാണെങ്കിൽ അത് അതിൽ മാത്രം അല്ലാതെ വേറെ NCERT കൂടി തുറക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ DPP എല്ലാതും ഉണ്ട്, ആണല്ലേ. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഒരു റിവിഷൻ, ഇപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് റിവിഷൻ പ്രോഗ്രാം. എങ്ങനെയായിരുന്നു റിവിഷനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? അതിൽ നമ്മളൊരു റിവിഷൻ സീരീസ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു എക്സാമാണ് GIB, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അപ്പോൾ ഈ റിവിഷനും GIBയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്? അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഈ GIB എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 10 പാഠം കഴിയുമ്പോൾ GIB വരും. നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഒരു മാസത്തെ 10 പാഠം കഴിഞ്ഞു, അടുത്ത മാസത്തിലേക്ക് 10 പാഠം വരുമ്പോൾ നമ്മൾ ഇതിന് സ്ട്രെസ് കൊടുക്കുമ്പോൾ മറ്റേത് മറന്നു പോകും. അപ്പൊ ഒരു GIBന് കൊടുത്തിട്ട് വരും. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും മറ്റേ പഠിക്കാതെ മാർക്ക് കിട്ടൂലല്ലോ, അപ്പൊ അതുകൂടി പഠിച്ചു വരും. അങ്ങനെ ഓരോ GIB വരുന്നതോറും ബാക്കിത്തെ കൂടി ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാതും. പിന്നെ നമുക്ക് LMRP ഉണ്ടായിരുന്നു. LMRP ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഞാന് ഫുള്ള് ടോപ്പിക് ആയില്ലെങ്കിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പെൻഡിങ് വരുമല്ലോ, എന്തായാലും എവിടെയെങ്കിലും പെൻഡിങ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ LMRP വന്നപ്പോൾ ഇഷ്ടംപോലെ സമയം പിന്നെയും കിട്ടി. 2 മാസത്തോളം LMRP തന്നെ ആയിരുന്നു, 2.5 മാസത്തോളം. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇതേപോലെ ആദ്യം ഒന്നുകൂടി എടുത്തപ്പോൾ നമുക്ക് പിന്നെയും ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ചു പോകാനും പെട്ടെന്ന് റിവൈസ് ചെയ്യാനൊക്കെ പറ്റിയോണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ 720 എക്സാം എന്നും ഉണ്ടായിരുന്നു, 1.5 ആടം കൂടുമ്പോൾ. അങ്ങനെ ഇത്ര മൊഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേന് പക്കയായി. പിന്നെ ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഉഷാറായിട്ട്. ഭയങ്കര. പിന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ 3 സബ്ജക്റ്റാണ് നീറ്റിന്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതായിരുന്നു? സിമ്പിള് എല്ലാം 3 എനിക്ക് ടഫായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നത് ബയോളജിനോടായിരുന്നു. ബയോളജി നല്ലൊരു ആൻസറാണ്. എനിക്ക് ഏറ്റവും ടഫായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബയോളജി. കാരണം ബയോളജി ഒരിക്കലും സിമ്പിളാന്ന് ഞാൻ പറയില്ല. കാരണം കുറേ പഠിക്കാണ്ട്, ഓർത്തെടുക്കാൻ കുറേ ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ കാണാതെ പഠിക്കല, ഞാൻ കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കല. ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും അവിടെ എന്താ നടക്കണേന്ന് നോക്കിയിട്ട് ഞാൻ പഠിക്കല്, കാണാതെ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുറെ ഉണ്ടായിരുന്നു. ബയോളജി നമ്മളൊരു ഈസിയാണ് വെച്ചിട്ട് 10 ദിവസം മാറ്റി വെച്ചാൽ പിന്നെ ടച്ച് പോകും, അങ്ങനെ ഒഴിവാക്കി ഇടാൻ പാടില്ല. അപ്പോൾ ബയോളജി ഇടക്കിടക്ക് എടുത്ത് റിവൈസ് ചെയ്ത് എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്ന് ഓർത്തെടുത്തോണ്ട് എനിക്ക് ബയോളജി എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു ബയോളജി പഠിക്കാൻ. എല്ലാവരും മെഡിസിൻ പോകണ ഏറ്റവും താല്പര്യം വേണ്ടത് ബയോളജി ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സുവോളജി ഒന്നുകൂടി, ഫിസിയോളജിയും എന്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ കടിച്ചാൽ കിട്ടാത്തതായിരുന്നു നമ്മളെ ഫിസിക്സ് എന്തോ ഫസ്റ്റ് നീറ്റ് ചെയ്തപ്പോ എനിക്ക് 23 നെഗറ്റീവ് വന്നത്. അന്ന് 65 മാർക്കാ ഫിസിക്സിന് കിട്ടിയത്. അത് 180 65 മാർക്ക് കിട്ടിയത്. അവിടുന്ന് പിന്നെ ഇപ്പൊ എനിക്ക് ഈ നീറ്റിന് ഞാൻ തെറ്റിയിട്ടില്ല, ഒറ്റ ക്വസ്റ്റ്യൻ വിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ വിട്ടു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ കുട്ടികൾ കാണുമ്പോൾ ഫിസിക്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്തിട്ട് ഈ സ്കോറിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഫിസിക്സിനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനുള്ള ഈ എടുത്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? ഫിസിക്സ് എന്ന് പറഞ്ഞാല് ബേസ് സെറ്റ് ആണോ, ബേസ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഫിസിക്സ് നല്ല ടഫായിരിക്കും. എല്ലാ പാഠവും കണക്റ്റഡ് ആണ്. കണക്റ്റഡ് മീൻസ് ഫിസിക്സിൽ ഫസ്റ്റ് ഇയറിൽ 6 പാഠം റൊട്ടേഷൻ വരെയുള്ള മെക്കാനിക്സ് ഉണ്ട്. ഈ മെക്കാനിക്സ് എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കി വെച്ചാൽ, അത് കാണാൻ പഠിക്കലല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇതിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാ പാഠങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 6 പാഠം നമ്മളെ DPPയും നമ്മളെ മെറ്റീരിയൽ നമ്മളെ 35 ഇയേഴ്സും ഇല്ലേ, ഈ ഒരു ഇത് കീറി മുറിച്ച് ഓരോ ക്വസ്റ്റ്യൻസും സാർ ചെയ്ത മെത്തേഡ് അല്ലാതെ നമ്മളായിട്ട് ഓരോ മെത്തേഡ് ഉണ്ടാക്കി പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ പഠിച്ചു പോയാൽ ഇങ്ങനെ കിട്ടുന്നൊരു ഐഡിയ കിട്ടുമ്പോൾ ബാക്കി എല്ലാ പാഠങ്ങളും ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയാലും റേ ഒപ്റ്റിക്സ് ആയാലും ഒക്കെ കണക്റ്റഡ് ആണല്ലോ. കണക്ട് മീൻസ് ഒരു ഐഡിയ, ഫിസിക്സിന്റെ ഒരു ഐഡിയ വരും. അപ്പൊ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതാണ് ഞങ്ങൾ കേൾക്കുന്ന മക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതാണ് ഫിസിക്സ് ആർക്കെങ്കിലും പാടാണെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ശിവൻ നമ്മളോട് പറഞ്ഞത്. DPP നന്നായിട്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ മെറ്റീരിയൽ നന്നായിട്ട് ചെയ്യുക, പിന്നെ പ്രീവിയസ് ഇയേഴ്സ് സൈലം പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇതിൽ തന്നെ മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. അത് ചെയ്ത് പഠിച്ചിട്ട് കംപ്ലീറ്റ് ആൻസർ കിട്ടുന്നവരെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓവറായിട്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം അതായത് JEE അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യനിലേക്ക് അധികം പോവാതെ ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാതൊരു നല്ല JEE മെയിൻസ് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാന്നല്ലാതെ ഈ ലെവൽ കോൺസെപ്റ്റ് ചെയ്താൽ അത് വെറുതെ സമയം പോകും. ഇതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫിസിക്സ് ആണ് ഒട്ടുമിക്ക കുട്ടികളും പാടെന്ന് പറയാറുള്ളത്. അവരിലേക്ക് മുന്നിലേക്ക് വെക്കാനുള്ള ഒരു സാധനമാണ് സൈലത്തിന്റെ DPPസും എക്സാംസും, അതുപോലെ തന്നെ സൈലത്തിന്റെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്ത് വന്നാൽ ഫിസിക്സ് വളരെ സിമ്പിൾ ആവുമെന്ന് തെളിയിച്ച ആളാണ് ഇപ്പോൾ ഷിബിൻ. അപ്പോൾ ഷിബിൻ അത് എക്സ്ക്ലൂസീവായി പറഞ്ഞു ചെയ്തു. ബയോളജി പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ റിവൈസ് ചെയ്യുക. NCERT മാത്രം പഠിച്ചാൽ മതി, എല്ലാ ലൈനും ഒഴിവാക്കാതെ എല്ലാ ലൈനും. അപ്പോൾ എന്താ സമ്മറി ആയാലും ബയോളജിയുടെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെ DPP നോക്കുക, നമ്മൾ സമ്മറി വായിക്കണം, ടെക്സ്റ്റ് നോക്കുക. പക്ഷെ റിവിഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് നമ്മൾ DPPs ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താണ് ഇനി ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ എയിംസ് ആണോ ജിപ്മർ ആണോ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇങ്ങനെ കോഴിക്കോട് ചേരണം എന്നാണ്.
കോഴിക്കോട് ചേർന്നതാണ് ഒരു ആവറേജ് മലയാളിയുടെ ചിന്താഗതി തന്നെയാണ് ഷിബിനുള്ളത്. കോഴിക്കോട് ചേരണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. എന്തായിരുന്നു റിസൾട്ട് വന്നപ്പോൾ നാട്ടിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ്? ഫ്രണ്ട്സ് മൊത്തമായിട്ട് ഫ്രണ്ട്സിനൊക്കെ അറിയാം, പക്ഷെ നാട്ടിലൊന്നും അങ്ങനെ വലിയ കുറെ ആൾക്കാർക്ക് നീറ്റ് എന്താന്ന് അറിയില്ല അല്ലാതെ. പക്ഷെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ എല്ലാവരും വിളിച്ച് പിന്നെ ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഷിബിന് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്തു. അപ്പോൾ ആതുര സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ വർക്ക് കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് രോഗികളെ നോക്കുക എന്നുള്ളതിലുപരി നമ്മൾ ഇന്ന് കാണുന്നതിൽ ഏറ്റവും നല്ലൊരു സോഷ്യൽ വർക്കാണ് ആതുര സേവനം അഥവാ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിബിൻ ആഗ്രഹിച്ച ആ സ്വപ്നത്തിലേക്ക് എത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ഇതോടൊപ്പം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എനിക്ക് ലാസ്റ്റായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, ലാസ്റ്റായിട്ടൊരു ചോദ്യം ചോദിക്കാണ്. ഇപ്പോൾ അടുത്ത് വരുന്ന ഒരുപാട് നീറ്റ് ആസ്പിറൻസ് സൈലത്തിനെ നോക്കുകയാണെന്നുണ്ടാവും. അപ്പോൾ സൈലത്തിലൊരു എക്സ്പീരിയൻസ് വെച്ച് അടുത്ത് വരുന്ന നീറ്റ് ആസ്പിറൻസിനോട് എന്താണ് ഷിബിന് പറയാനുള്ളത്? സൈലത്തിൽ വരുമ്പോൾ അവർക്കായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഇനി നമ്മളായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവരെ ട്രസ്റ്റ് ചെയ്ത് സാർമാർ എന്താണോ പറയണത് അതിനനുസരിച്ച് പോയാൽ തന്നെ അത്യാവശ്യം നമ്മളത് എല്ലാതും തീർന്നു തരും. പിന്നെ DPP പഠിച്ചാൽ മതി പറഞ്ഞാൽ അത് പഠിച്ചാൽ മതി, അതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നോക്കി പോയാൽ പിന്നെ എന്തായാലും നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടാൻ പറ്റും. പിന്നെ ടെൻഷൻ ഒഴിവാക്കുക, പരമാവധി ശ്രമിക്കുക, ആത്മാർത്ഥമായി ശ്രമിക്കുക. ഇതെനിക്ക് വേണം, ഇതെനിക്ക് ഇപ്രാവശ്യം തന്നെ കിട്ടണം എന്ന്, ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇനി ഒരു കൊല്ലം ഞാൻ അതിന് വരില്ല, അങ്ങനെ മനസ്സ് കരുതി സ്വന്തമായിട്ടൊരു വിശ്വാസം വേണം. ടെൻഷനൊന്നും ഇല്ലാതെ, സ്ട്രെസ്സൊന്നും ഇല്ലാതെ സമാധാനത്തോടെ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഷിബിൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പാഷനായിട്ടായിരിക്കുക, രണ്ടാമത്തത് സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യുക, മെറ്റീരിയൽസിനെ ട്രസ്റ്റ് ചെയ്യുക, അവരുടെ പാറ്റേൺ ഫോളോ ചെയ്യുക. എങ്കിൽ ഷിബിനെ പോലെ ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. സോ ഷിബിനെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.